സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ 100 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി വർഷം മുഴുവനും സംഘം ആസൂത്രണം ചെയ്ത പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ഈ വിജയദശമി ആഘോഷവേളയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ നമുക്കിടയിൽ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ബഹുമാന്യനായ മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അവർകൾ, വിദർഭ് പ്രാന്തിലെ മാന്യ സംഘചാലക് ജി, മാന്യ സഹ സംഘചാലക് ജി, നാഗ്പൂർ മഹാനഗർ സംഘചാലക് ജി, സന്നിഹിതരായ മറ്റ് അധികാരി വർഗം, പരമശ്രദ്ധേയരായ സന്യാസി ശ്രേഷ്ഠർ, എൻ്റെ പ്രിയപ്പെട്ട സ്വയം സേവക സഹോദരങ്ങളെ, പൗരന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, ഈ വർഷം ശ്രീ ഗുരു തേജ് ബഹാദൂർ ജിയുടെ 350ാമത് ബലിദാന വാർഷികമാണ്. അത് ഈ വർഷം സമാപിക്കും. ഒരു ഹിന്ദ് കി ചാദർ, ഇന്ത്യയുടെ കവചം ആയിക്കൊണ്ട് അക്രമം, അനീതി, വർഗീയ വിവേചനം എന്നിവയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ തൻ്റെ പരമോന്നത ബലിദാനം നൽകിയ മഹാനുഭാവനാണ് അദ്ദേഹം. സമൂഹത്തെ അദ്ദേഹം രക്ഷിച്ചു. അങ്ങനെയുള്ള ഒരു വിഭൂതിയെ ഈ വർഷം നാം സ്മരിക്കുന്നു. ഇന്ന് ഒക്ടോബർ 2 അതിനാൽ സ്വർഗീയ മഹാത്മാ ഗാന്ധിയുടെ ജയന്തി കൂടിയാണെന്ന്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന അവിസ്മരണീയമാണ്. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഭാരതം എങ്ങനെയായിരിക്കണം, ഏതുതരം വ്യവസ്ഥിതിയിലൂടെ ആയിരിക്കണം ഭാരതം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ നൽകിയ നമ്മുടെ അന്നത്തെ ദാർശനിക നേതാക്കളിൽ അദ്ദേഹത്തിന് പ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ഹിന്ദ് സ്വരാജിൽ അദ്ദേഹം അതിൻ്റെ ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. എളിമ, വിനയം, സത്യസന്ധത എന്നിവയുടെ പ്രതീകമായി രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച സ്വർഗീയ ലാൽ ബഹദൂർ ശാസ്ത്രിജിയുടെ ജയന്തി കൂടിയാണെന്ന്. ഭക്തി, സമർപ്പണം, രാജ്യസേവനം എന്നിവയുടെ ഈ ഉന്നതമായ ഉദാഹരണങ്ങൾ വ്യക്തിഗതവും ദേശീയവുമായ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നതിന് നമുക്ക് മാർഗദർശനം നൽകുന്ന മഹാത്മാക്കളാണിവർ. ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ സാഹചര്യങ്ങൾ ഒരുപോലെയായിരിക്കില്ല, അതിന് പല നിറങ്ങളുണ്ടാകാം. അതുകൊണ്ട് സാഹചര്യങ്ങളിൽ വളരെയധികം നല്ല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ പ്രതീക്ഷകളെയും വിശ്വാസങ്ങളെയും കൂടുതൽ ദൃഢമാക്കുന്നതായിരുന്നു. നമ്മുടെ മുന്നിലുള്ള പഴയതും പുതിയതുമായ വെല്ലുവിളികളെ കൂടുതൽ വ്യക്തമാക്കുന്ന കാലയളവ് കൂടിയാണ് ഈ ഒരു വർഷം. ഉദാഹരണത്തിന്, പ്രയാഗ്രാജിൽ ഒരു വലിയ മഹാകുംഭം നടന്നു. ആധുനിക മാനേജ്മെൻറ്റിൻ്റെ എല്ലാ റെക്കോർഡുകളും തകർത്ത് അതൊരു ലോക റെക്കോർഡ് സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഇന്ത്യയിലുടനീളം ശ്രദ്ധയുടെയും ഏകാത്മതയുടെയും ഒരു തരംഗം അത് സൃഷ്ടിച്ചു. കഴിഞ്ഞ വർഷം പഹൽഗാമിൽ ഒരു ദുരന്തം സംഭവിച്ചു. അതിർത്തി കടന്നു വന്ന തീവ്രവാദികൾ ആക്രമണം നടത്തി. 26 ഇന്ത്യൻ പൗരന്മാരെ അവരുടെ മതം ചോദിച്ചറിഞ്ഞ് കൊലപ്പെടുത്തി. എന്നാൽ ഇതിനെ തുടർന്ന് രാജ്യമെങ്ങും വലിയ ദുഃഖത്തിൻ്റെയും കോപത്തിൻ്റെയും ഒരു തരംഗം തന്നെ ഉണ്ടായി. നമ്മുടെ സർക്കാരും സൈന്യവും പൂർണ്ണമായ തയ്യാറെടുപ്പോടെ അതിന് ശക്തമായ മറുപടി നൽകി. ഈ സംഭവത്തിൽ നമ്മുടെ നേതൃത്വത്തിൻ്റെ ദൃഢത, നമ്മുടെ സൈന്യത്തിൻ്റെ ശൗര്യവും കഴിവും, സമൂഹത്തിൻ്റെ ഐക്യവും ദൃഢതയും എന്നിവയുടെ ഒരു ഉത്തമ ചിത്രം സ്ഥാപിക്കപ്പെട്ടു. ഈ സംഭവം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരോടും സൗഹൃദം പുലർത്തുന്നു. ഇനിയും അത് തുടരും. എങ്കിലും നമ്മുടെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കണം, കഴിവുള്ളവരായിരിക്കണം. കാരണം ഈ സംഭവത്തിന് ശേഷം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ കണ്ടപ്പോൾ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, എത്രത്തോളം അവർ നമ്മുടെ കൂടെയുണ്ടാകും എന്നും നമ്മൾ മനസ്സിലാക്കി. രാജ്യത്തിനകത്തും അസ്വസ്ഥതകൾ പടർത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ തീവ്രവാദപരമായ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെ ഭരണകൂടം ശക്തമായ നടപടികൾ സ്വീകരിച്ചു. മാത്രമല്ല, അവരുടെ അനുഭവത്തിലൂടെയും അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പൊള്ളത്തരവും ക്രൂരതയും അനുഭവിച്ചറിഞ്ഞതിലൂടെയും സമൂഹവും അവരിൽ നിന്ന് മോഹഭംഗപ്പെട്ട് അകന്നുപോയി. അവരുടെ നിയന്ത്രണം സാധ്യമാകും. എന്നാൽ ഈ പ്രദേശത്തെ ഒരു വലിയ തടസ്സം നീങ്ങിയ ശേഷം ആ മേഖലയിൽ നീതി സ്ഥാപിക്കപ്പെടണം.
വികസനം അവിടെ എത്തണം. സൗഹൃദവും സംവേദനത്വവും സൗഹാർദ്ദവും അവിടെ സ്ഥാപിക്കപ്പെടണം. ഇതിനായി സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പദ്ധതികൾ നടപ്പിലാക്കുക തന്നെ വേണം. കാരണം ഇവയുടെ അഭാവമാണ് ഇത്തരം തീവ്രവാദ ശക്തികൾക്ക് വളരാൻ കാരണമാകുന്നത്. ഇതിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് മറ്റു വഴികൾ കാണാതെ നിരാശരായി അവരെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇത് സംഭവിക്കാതിരിക്കാൻ ഇത്തരം പദ്ധതികൾ ആവശ്യമാണ്. സാമ്പത്തിക രംഗത്തും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ലോകത്തിലെ നിലവിലുള്ള അളവുകോലുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പറയാൻ സാധിക്കും. നമ്മുടെ രാജ്യം സാമ്പത്തിക രംഗത്ത് ഇനിയും മുന്നോട്ട് പോകണം. അതിനായി സാമ്പത്തിക ലോകത്തെ നമ്മുടെ വ്യവസായികളായ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് യുവ സംരംഭകർക്കിടയിൽ ഒരു താല്പര്യവും ആവേശവും ആഗ്രഹവും അഭിലാഷവും കാണുന്നുണ്ട്. എന്നാൽ ലോകമെമ്പാടുമുള്ള ഈ നിലവിലുള്ള സാമ്പത്തിക സമ്പ്രദായത്തിൽ ചില ദോഷങ്ങളുണ്ട് എന്നും ലോകാനുഭവങ്ങൾ പറയുന്നു. ഈ രീതിയിലുള്ള വികസനം ദാരിദ്ര്യവും സമ്പന്നതയും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക ശക്തി കുറച്ചു പേരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ചൂഷണം ചെയ്യാനുള്ള ഒരു പുതിയ സുരക്ഷിത സംവിധാനം ഇതിലൂടെ വളർന്നു വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. മനുഷ്യരുടെ പരസ്പര പെരുമാറ്റത്തിൽ പലതരത്തിലുള്ള വ്യാപാരപരമായ കാഴ്ചപ്പാടുകളും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ ദോഷങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കാൻ, അതുകൂടാതെ അടുത്തിടെ അമേരിക്ക തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പുതിയ താരിഫ് നയം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആഘാതം എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മുഴുവൻ സാഹചര്യവും അല്ലെങ്കിൽ ഈ നിലവിലുള്ള മുഴുവൻ സമ്പ്രദായവും നമ്മൾ ആശ്രയിച്ചിരിക്കേണ്ട ഒന്നല്ല. ലോകജീവിതം പരസ്പരാശ്രിതത്വത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിൽ എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങൾ ആവശ്യമാണ്. ഒരു രാജ്യത്തിന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും ഈ ആശ്രിതത്വം ഒരു നിർബന്ധമായി മാറരുത്. കാരണം അതെപ്പോൾ മാറും, എങ്ങനെ മാറും എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ ആശ്രിതത്വം അംഗീകരിച്ചുകൊണ്ട്, ലോക ജീവിതത്തിൻ്റെ ഐക്യം അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു നിർബന്ധിതമാക്കാതെ ജീവിക്കണമെങ്കിൽ സ്വദേശിക്കും സ്വാശ്രയത്വത്തിനും പകരമായി മറ്റൊന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആത്മനിർഭരരായിരിക്കണം. സ്വാശ്രയ ജീവിതം നയിക്കണം. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. എങ്കിലും അന്താരാഷ്ട്ര ബന്ധങ്ങൾ, നയതന്ത്രപരവും സാമ്പത്തികപരവും വ്യാപാരപരവുമായ എല്ലാ ബന്ധങ്ങളും നമ്മൾ നിലനിർത്തുകയും വേണം. പക്ഷേ അതിലൊരു നിർബന്ധം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സ്വന്തം ഇഷ്ടവും നമ്മുടെ സ്വന്തം നല്ല മനസ്സുമായിരിക്കണം. അങ്ങനെയുള്ളവരായി നമ്മൾ മാറണം. നിലവിലുള്ള രീതിയുടെ ദോഷഫലങ്ങൾ നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട്. കഴിഞ്ഞ 1-2 വർഷമായി കേൾക്കുന്ന വാർത്തകൾ നിങ്ങൾക്കറിയാമല്ലോ. ഹിമാലയൻ മേഖലയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. മഴയുടെ ക്രമമില്ലായ്മ എല്ലായിടത്തും പ്രകടമാകുന്നുണ്ട്. പ്രകൃതിയുടെ കോപവും വർദ്ധിച്ചിരിക്കുന്നു. ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു. അപ്രതീക്ഷിതമായ മഴ ഉണ്ടാകുന്നു. മഞ്ഞുമലകൾ ഉരുകിപ്പോകുന്നു. ഇത്തരം ഫലങ്ങൾ കഴിഞ്ഞ 3-4 വർഷമായി തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹിമാലയം നമുക്കൊരു സുരക്ഷാ മതിലാണ്. കൂടാതെ തെക്കുകിഴക്കൻ ഏഷ്യയുടെ മുഴുവൻ ജലസ്രോതസ്സും ഹിമാലയത്തിൽ നിന്നാണ് വരുന്നത്. നിലവിലുള്ള വികസന രീതിയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ പ്രോത്സാഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നയത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. കാരണം ഹിമാലയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒരു അപകട സൂചന നൽകുകയാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെ ജനജീവിതത്തിലും മാറ്റങ്ങൾ കാണുന്നുണ്ട്. ശ്രീലങ്കയിലും പിന്നീട് ബംഗ്ലാദേശിലും പിന്നീട് നേപ്പാളിലും നമ്മുടെ അയൽ രാജ്യങ്ങളിലും നമ്മൾ ഇത് അനുഭവിച്ചറിഞ്ഞു. ചില സമയങ്ങളിൽ ഭരണകൂടം ജനങ്ങളോട് അടുപ്പം കാണിക്കുന്നില്ല, സംവേദനക്ഷമതയുള്ളവരായിരിക്കുന്നില്ല, ജനങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നില്ല. ജനങ്ങളുടെ അവസ്ഥകൾ ശ്രദ്ധിക്കാതെ നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അസംതൃപ്തി ഉണ്ടാകുന്നു. എന്നാൽ ആ അസംതൃപ്തി ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് ആർക്കും ഗുണകരമല്ല. അടുത്തിടെ മുഖ്യാതിഥി ഈ നവംബർ 25 പ്രസംഗം ഓർമ്മിപ്പിച്ചു. അതിൽ ഇത്രയധികം അക്രമവും നാശവും ഉണ്ടാക്കുന്ന ഇത്തരം പ്രക്ഷോഭങ്ങളെ ഡോക്ടർ അംബേദ്കർ സാഹിബ്
ഗ്രാമർ ഓഫ് അനാർക്കി എന്നാണ് വിളിച്ചത്. ജനാധിപത്യപരമായ വഴികളിലൂടെയും മാറ്റം വരും. ഇത്തരത്തിലുള്ള അക്രമാസക്തമായ വഴികളിലൂടെ മാറ്റം വരുന്നില്ല. ഒരു കുഴപ്പമുണ്ടാകും, പക്ഷേ സ്ഥിതി അതുപോലെ നിലനിൽക്കും. ലോകത്തിൻ്റെ ഇന്നുവരെയുള്ള ചരിത്രം നോക്കൂ. ഈ കുഴപ്പമുണ്ടാക്കുന്ന വിപ്ലവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ വന്നതിൽ ഒരു വിപ്ലവവും തങ്ങളുടെ ലക്ഷ്യം നേടിയിട്ടില്ല. രാജാവിനെതിരെ ഫ്രഞ്ച് വിപ്ലവമുണ്ടായി. അതിൻ്റെ ഫലം എന്തായി? നെപ്പോളിയൻ ചക്രവർത്തിയായി. അതെ, രാജഭരണം നിലനിന്നു. ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ ഉണ്ടായി. ഇന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും മുതലാളിത്ത വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. ആർക്കെതിരെയാണോ വിപ്ലവം നടന്നത്, ഇങ്ങനെയുള്ള അക്രമാസക്തമായ സാഹചര്യങ്ങളിലൂടെ ലക്ഷ്യം നേടുന്നില്ല. നേരെ മറിച്ച് ഈ അരാജകത്വത്തിൻ്റെ അവസ്ഥയിൽ രാജ്യത്തിന് പുറത്തുള്ള സ്വാർത്ഥ ശക്തികൾക്ക് അവരുടെ കളികൾ കളിക്കാൻ അവസരം ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ സ്വന്തം രാജ്യങ്ങളാണവർ. അവർ നമ്മിൽ നിന്ന് അകന്നവരല്ല എന്ന് മനസ്സിലാക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരെല്ലാം ഭാരതമായിരുന്നു. അവർ നമ്മുടേതാണ്. അവരിൽ ഇത്തരത്തിലുള്ള സ്ഥിരതയില്ലായ്മ ഉണ്ടാകുന്നത് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ അവരുടെ അയൽക്കാരായതുകൊണ്ട് മാത്രമല്ല, അവരെല്ലാം നമ്മുടെ സ്വന്തം രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ആശങ്കാജനകമായ വിഷയമാണ്. താൽപ്പര്യ സംരക്ഷണത്തേക്കാൾ ഉപരിയായി ഈ നമ്മുടെ ആത്മബന്ധം, സ്വന്തമെന്നുള്ള ബന്ധം, ഇതെല്ലാം ഒരു മൂല്യാധിഷ്ഠിതമായ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ ആശങ്കകളും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ രണ്ട് തരത്തിലുണ്ട്. സന്തോഷകരമായ രൂപം ധാരാളമായി കാണുന്നുണ്ട്. സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു കാണുന്നുണ്ട്. മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പുരോഗതി ഉണ്ടായിരിക്കുന്നു. സംവിധാനങ്ങൾ സുഖകരമായിരിക്കുന്നു. രാഷ്ട്രങ്ങൾ അടുത്തിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെയും സാമ്പത്തിക ഇടപാടുകളിലൂടെയും. എന്നാൽ ഈ മാറ്റത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും വേഗത വളരെ കൂടുതലാണ്. മനുഷ്യൻ്റെ മാറ്റത്തിനുള്ള വേഗത അതിനോട് താളത്തിൽ പോകുന്നില്ല. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും യുദ്ധങ്ങളും ചെറുതും വലുതുമായ കലഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ രൂക്ഷമായ കോപം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കുടുംബങ്ങളിലും തകർച്ചകൾ വരുന്നുണ്ട്. പൗരജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന അനാചാരങ്ങളും അക്രമങ്ങളും കാണുന്നുണ്ട്. ഇതിനെ തടയാനുള്ള വഴികൾ തേടുന്നുണ്ട്. ശ്രമങ്ങൾ നടന്നിട്ടുമുണ്ട്. എന്നാൽ ഇതിനൊരു പൂർണ്ണമായ പരിഹാരം കാണുന്നതിൽ അവർ പരാജയപ്പെടുന്നു. മാത്രമല്ല, അതിലുപരിയായി ലോകത്തിൽ അസ്വസ്ഥതയും കലഹവും അക്രമവും വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള പാരമ്പര്യങ്ങളെയും മംഗല്യങ്ങളെയും സംസ്കാരത്തെയും വിശ്വാസത്തെയും പൂർണ്ണമായി നശിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ട് മാറ്റം വരൂ എന്ന വിപരീത ചിന്താഗതിയും അപകടകരമായ ചിന്താഗതിയും ഉള്ള ഒരു പുതിയ വിഭാഗം ഉയർന്നു വരികയാണ്. ഇത് വളരെ മുൻപേ വന്നതാണ്. ഇന്ന് അവർ ഭാരതത്തിലും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ഫലമായി സാമൂഹ്യ ജീവിതത്തിൽ അലങ്കോലാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിൽ സമൂഹം മുഴുവൻ അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ള സാധ്യത കാണുന്നു. അതിൻ്റെ അനുഭവം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ലോകം പുനർചിന്തനം ചെയ്യുമ്പോൾ അത് ഭാരതത്തെ പ്രതീക്ഷയോടെ നോക്കുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ലോകം പുനർചിന്തനം ചെയ്യുമ്പോൾ അത് ഭാരതത്തെ പ്രതീക്ഷയോടെ നോക്കുകയാണ്. ഭാരതം ഇതിനൊരു വഴി കണ്ടെത്തുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു. ഭാഗ്യവശാൽ ഭാരതത്തിൽ ഒരു പ്രത്യാശയുടെ കിരണം കാണുന്നുണ്ട്. അത് പുതിയ തലമുറയിൽ ദേശഭക്തി എന്ന വികാരം, സ്വന്തം സംസ്കാരത്തോടുള്ള വിശ്വാസം എന്നിവയുടെ തോത് തുടർച്ചയായി വർദ്ധിക്കുന്നു എന്നതുകൊണ്ടാണ്. സംഘത്തിൻ്റെ സ്വയം സേവകരടക്കം സമൂഹത്തിലെ വ്യക്തികളും സ്ഥാപനങ്ങളും ആവശ്യക്കാരായ വിഭാഗങ്ങൾക്ക് നിസ്വാർത്ഥ സേവനം ചെയ്യുന്നതിനായി കൂടുതലായി മുന്നോട്ട് വരുന്നുണ്ട്. സമൂഹം സ്വയം കഴിവുള്ളവരായി മാറുകയാണ്. അതുകൊണ്ട് പല കാര്യങ്ങളിലും സർക്കാരിന് മുമ്പ് തന്നെ ഇടപെട്ട് സ്വന്തം പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കാണുന്നതിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതും ഒരു നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിൻ്റെ സഹായം സംഘവും അനുഭവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന മറ്റ് സംഘടനകളും വ്യക്തികളും അതനുഭവിക്കുന്നുണ്ട്. നേരിട്ടുള്ള സഹായവും പങ്കാളിത്തവും സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ബുദ്ധിജീവികളിലും
നമ്മുടെ രാജ്യത്തിന് നമ്മുടേതായ ഒരു പ്രത്യേക മാതൃക ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ചിന്ത വർദ്ധിക്കുന്നുണ്ട്. കാരണം ഭാരതീയ ചിന്താധാര ഒരു പ്രത്യേകതയുള്ള ഒന്നാണ്. സ്വാമി വിവേകാനന്ദൻ മുതൽ മഹാത്മാഗാന്ധി, ദീൻ ദയാൽ ഉപാധ്യായ, രാം മനോഹർ ലോഹ്യ വരെ എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് ചില ചിന്തകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അതിൻ്റെ ദിശ ഒന്ന് തന്നെയാണ്. ആധുനിക ലോകത്തിൻ്റെ കാഴ്ചപ്പാട് തെറ്റല്ല, പക്ഷേ അത് അപൂർണമാണ്. മനുഷ്യൻ്റെ ഭൗതിക വികസനം നടക്കുന്നു, ധാർമ്മിക വികസനത്തിൽ ശ്രദ്ധിക്കുന്നുമില്ല. വികസനം നടക്കുന്നു, പരിസ്ഥിതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഈ വികസനങ്ങൾ പോലും ചിലർക്ക് സംഭവിക്കുന്നു, ചിലർക്ക് സംഭവിക്കുന്നില്ല. ഇന്ന് അമേരിക്കൻ ജീവിതം വികസിതമായി കണക്കാക്കുന്നു. അതിനെ ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ഭാരതത്തിലെ ജനങ്ങൾ അമേരിക്കൻ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ ചില ഗവേഷകർ കണക്കുകൂട്ടി പറയുന്നു, അങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ 5 ഭൂമികളുടെ ആവശ്യമുണ്ടെന്ന്. ഈ വികസനം എങ്ങനെ സാധിക്കും? ഇത് നടക്കില്ല. പുരോഗതിക്കൊപ്പം തന്നെ ഇതിൻ്റെ കാരണത്താൽ നമ്മൾ പുതിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത് ജീവൻ്റെ ഭീഷണിയായി മാറുകയും ചെയ്യും. കാഴ്ചപ്പാടിൻ്റെ അപൂർണത മാത്രമാണ് ഇതിന് കാരണം. നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാട് ഭൗതിക വികസനത്തിനൊപ്പം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആത്മീയതയുടെയും വികാസം സാധ്യപ്പെടുത്തുന്ന ഒന്നായിരിക്കണം. വ്യക്തിക്കൊപ്പം മനുഷ്യ സമൂഹത്തിൻ്റെയും പ്രകൃതിയുടെയും വികാസം സാധിക്കുന്ന കാഴ്ചപ്പാടാണ് നമ്മുടേത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായി സാമ്പത്തിക സ്ഥിതി, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള സംവിധാനം, അതോടൊപ്പം സമൂഹത്തോടും പ്രകൃതിയോടുമുള്ള കടമബോധം ഓരോ വ്യക്തിയിലും ഉണർത്താനുള്ള ശക്തി നമ്മുടെ ഈ ഉണ്ടാകണം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മനോഹരവും സമ്പന്നവും സമാധാനപരവുമായ പരസ്പര ബന്ധങ്ങൾ തിരിച്ചറിയുന്നതും മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും സമൂഹവും സഹകരിച്ച് ജീവിക്കുന്നതുമായ ഒരു ജീവിതം സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകുന്ന ഒരു പുതിയ ഘടന ലോകം ആവശ്യപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് അവർ അത് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ വിധി ഭാരതീയരായ നമ്മളിൽ നിന്ന് ഈ കാര്യമായിരിക്കാം ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഉദാഹരണത്തിലൂടെ ലോകത്തിന് ഒരു പുതിയ വഴി നൽകാൻ സാധിക്കും. സംഘം 100 വർഷമായി ഈ ചിന്തകൾ, ഈ മഹാന്മാരുടെ ചിന്തകൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു. സംഘത്തിൻ്റെ ചിന്ത പുതിയതല്ല. അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് ഇന്നുവരെ വന്ന ചിന്തയാണ്. ആ ചിന്തയുമായി സംഘം 100 വർഷമായി പ്രവർത്തിക്കുകയാണ്. സാമൂഹിക ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ, സംഘടനകളിൽ, സ്ഥാപനങ്ങളിൽ, പ്രാദേശിക തലത്തിൽ പോലും വ്യക്തിഗത മുൻകൈയെടുത്ത് സ്വയം സേവകർ സജീവമാണ്. സാമൂഹിക ജീവിതത്തിൽ സജീവമായ നിരവധി സജ്ജനങ്ങളുമായി സ്വയം സേവകർക്ക് സഹകരണവും സംവാദവുമുണ്ട്. ഇവരുടെ എല്ലാം സമാഹരിച്ച അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘത്തിന് ചില ചിന്തകളുണ്ട്. ആ ചിന്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഒന്നാമത്തെ കാര്യം, ലോകവ്യവസ്ഥയിൽ മാറ്റം ആവശ്യമാണ്. നാശം ഒഴിവാക്കണമെങ്കിൽ അത് നിർബന്ധമാണ്. എന്നാൽ നമ്മൾ ഒരു വിപരീത വ്യവസ്ഥയിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ലോകം മുഴുവൻ മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മളും അതോടൊപ്പം മുന്നോട്ട് പോയി. ഇനി പെട്ടെന്ന് പിന്നോട്ട് പോയാൽ വണ്ടി മറിഞ്ഞു പോകും. അതുകൊണ്ട് ഈ വേഗതയിൽ മുന്നോട്ട് പോകുമ്പോൾ പതിയെ ചെറിയ ചെറിയ ചുവടുകളോടെ നമ്മൾ തിരിയേണ്ടതുണ്ട്. ഒരു വലിയ വളവെടുത്ത് പിന്നോട്ട് വരണം. ദേശത്തെയും കാലത്തെയും സാഹചര്യത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ സമഗ്രവും ഏകാത്മവുമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടേതായ വികസന പാത ഉണ്ടാക്കി ലോകത്തിന് മുന്നിൽ വിജയകരമായ ഉദാഹരണം വയ്ക്കുമ്പോൾ ഈ വ്യവസ്ഥയുടെ മാറ്റം ആരംഭിക്കും. അർത്ഥത്തിനും കാമത്തിനും പിന്നാലെ അന്ധമായി ഓടുന്ന ലോകത്തിന് ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് നൽകണം. ആ ധർമ്മം പൂജയോ ആരാധനയോ അല്ല. ആ ധർമ്മം ഭക്ഷണക്രമങ്ങളോ ആചാരങ്ങളോ അല്ല. ആ ധർമ്മം ഇതിനെല്ലാം ഉപരിയായി എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന, എല്ലാവരെയും ഉന്നതിയിലേക്ക് നയിക്കുന്ന, എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകുന്ന, പ്രജകളെയും പ്രകൃതിയെയും താങ്ങി നിർത്തുന്ന ധർമ്മമാണ്. ആ ധർമ്മത്തിൻ്റെ വഴി നമ്മളുടെ ഉദാഹരണത്തിലൂടെ ലോകത്തിന് നൽകണം.
ഭാരതവർഷം ഇങ്ങനെയായിരിക്കണം എന്ന് 100 വർഷത്തെ അനുഭവത്തിന് ശേഷം സംഘം വിശ്വസിക്കുന്നു. ഇനി ഈ രാജ്യം മുഴുവൻ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കണം. പക്ഷേ വ്യവസ്ഥകൾക്ക് അതിനെ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്, സമൂഹമാണ്. അവരെപ്പോലെയായിരിക്കും വ്യവസ്ഥ ഉണ്ടാകുക. പ്രജകളെ പറ്റിയുള്ള ഒരു ഇംഗ്ലീഷ് വാചകം, പീപ്പിൾ ഗെറ്റ് ദ ഗവൺമെൻറ് ദേ ഡിസേർവ്. ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന ഭരണകൂടത്തെ ലഭിക്കുന്നു. അതുകൊണ്ട് എല്ലാം അവരുടെ ചുമതലയിലാണെന്നോ അവരെ വിമർശിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്യണമെന്നോ അല്ല. സമൂഹം എങ്ങനെയാണോ അതുപോലെയായിരിക്കും വ്യവസ്ഥകൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ആചരണത്തിൽ മാറ്റം വരണം. അപ്പോഴാണ് വ്യവസ്ഥയിൽ മാറ്റം വരിക. ഏതൊരു സ്ഥാപിക്കപ്പെട്ട വ്യവസ്ഥയും സ്വയം മാറാൻ ആഗ്രഹിക്കുന്നില്ല. സ്വയം മാറാനുള്ള ശക്തി അതിനുണ്ടാകാറുമില്ല. കാരണം അതിനെ ഉണ്ടാക്കുന്നത് സമൂഹമാണ്. ഈ ശക്തി സമൂഹത്തിൻ്റെ പക്കലുണ്ട്. സമൂഹം സ്വയം പുതിയ ആചരണങ്ങളിലേക്ക് മാറിയേ മതിയാവൂ. ഇത് വ്യവസ്ഥാ മാറ്റത്തിൻ്റെ മുൻകൂർ വ്യവസ്ഥയാണ്. സമൂഹത്തിൻ്റെ ആചരണത്തിൽ മാറ്റം വരുന്നത് പ്രസംഗങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും മാത്രമല്ല. പ്രബോധനം, അതായത് ബോധവൽക്കരണം, അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ പ്രബോധനം ചെയ്യുന്നവർ അവർ ആഗ്രഹിക്കുന്ന മാറ്റത്തിന് സ്വയം ഉദാഹരണമായി മാറുകയും വേണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, ദേശീയ ജീവിതത്തിൽ, നമ്മുടെ സ്വന്തം കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഉപജീവന മാർഗത്തിൽ നമ്മൾ ആ മാറ്റത്തിന് ഉദാഹരണമായി ജീവിക്കണം. അങ്ങനെയുള്ള ഉദാഹരണമായ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ സുതാര്യതയും നിസ്വാർത്ഥ ബുദ്ധിയും സത്യസന്ധതയും ഉള്ളവരായിത്തീരണം. മുഴുവൻ സമൂഹത്തെയും സ്വന്തമായി കണക്കാക്കുകയും ആ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പ്രാദേശിക നേതൃത്വം നൽകുന്ന വ്യക്തികൾ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ നിർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംഘത്തിൻ്റെ അനുഭവമാണ് വ്യക്തി നിർമ്മാണത്തിലൂടെ സാമൂഹിക മാറ്റം, സാമൂഹിക മാറ്റത്തിലൂടെ വ്യവസ്ഥാ മാറ്റം. ഇതാണ് രാജ്യത്തും ലോകത്തും മാറ്റം വരാനുള്ള ശരിയായ വഴി. എല്ലാ സമൂഹത്തിലും ഇതാണ് അനുഭവം. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എല്ലാ വികസിത രാജ്യങ്ങളുടെയും ആധുനിക ചരിത്രം നോക്കൂ. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇങ്ങനെയുള്ള വ്യക്തികളെ നിർമ്മിക്കാനുള്ള സാമൂഹിക വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. ഓരോ രാഷ്ട്രത്തിലും ഓരോ സമൂഹത്തിനും അവരുടേതായ ഒരു കുടുംബജീവിത രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം എല്ലായിടത്തും തകർന്നു പോയിരിക്കുന്നു. ഭാരതത്തിൽ മാത്രമേ അത് ബാക്കിയുള്ളൂ. 300 വർഷം മുമ്പ് അമേരിക്കയിലും ഒരു രീതി ഉണ്ടായിരുന്നു, യൂറോപ്പിലും ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിലൂടെ ഇങ്ങനെയുള്ള വ്യക്തികളെ നിർമ്മിക്കാമായിരുന്നു. ആ രാജ്യത്തിന് ഒരു പ്രത്യേക വിദ്യാഭ്യാസമടക്കം ഉണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസത്തിലൂടെ അവിടുത്തെ വ്യക്തികളുടെ മനസ്സ് തയ്യാറാകുമായിരുന്നു. ആ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും മനുഷ്യൻ നിർമ്മിക്കപ്പെടുമായിരുന്നു. പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ വാസ് വൺ ഓൺ ദ പ്ലേ ഗ്രൗണ്ട്സ് ഓഫ് ഹാരോ ആൻഡ് എട്ടൺ. അവിടെ കളിച്ചുകൊണ്ട് തയ്യാറായ ഒരു സമൂഹമാണ് ലോകവിജയി എന്ന് വിളിക്കപ്പെടുന്ന നെപ്പോളിയനെ തോൽപ്പിച്ചത്. ഈ ശക്തി എവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്? സമൂഹത്തിൻ്റെ വ്യവസ്ഥയിലാണ് നിർമ്മിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിലും ഇതുണ്ടായിരുന്നു. എന്നാൽ 1000 വർഷത്തെ ആക്രമണങ്ങളിൽ അത് എല്ലാം താറുമാറായി. ഇതുകൂടാതെ ഒരു കാര്യവും സാധ്യമല്ല. കാരണം മനസ്സും ബുദ്ധിയും കൊണ്ട് ഈ ചിന്തകളെല്ലാം അംഗീകരിച്ചാലും ദൈനംദിന ആചരണത്തിൻ്റെ ശീലം മാറ്റേണ്ടതുണ്ട്. ശീലം മാറിയാൽ മാത്രമേ മാറ്റം വരൂ. വെറും വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ സ്വപ്നം കാണുന്നതിലൂടെയോ മാറ്റം വരില്ല. നിങ്ങൾക്ക് എങ്ങനെയുള്ള രാജ്യമാണോ വേണ്ടത് അങ്ങനെയുള്ളവരായി നിങ്ങൾ മാറണം. അങ്ങനെയുള്ളവരായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശീലം ശരിയാകണം. അതിനുള്ള വ്യവസ്ഥകൾ ഇതിലുണ്ടാകും. അത് നമ്മുടെ നാട്ടിൽ നശിച്ചുപോയി. അതുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകൃതമായത്. സംഘത്തിൻ്റെ ശാഖ ഈ ശീലം മാറ്റാനുള്ള വഴിയാണ്, അതിൻ്റെ വ്യവസ്ഥയാണ്. 100 വർഷത്തിനിടയിൽ എല്ലാ സാഹചര്യങ്ങളും വന്നു. സംഘത്തിന് പ്രലോഭനങ്ങൾ കാണിച്ചു കൊടുത്തു. സംഘത്തിന് രാഷ്ട്രീയത്തിൽ വരാൻ ക്ഷണവും ലഭിച്ചു. പക്ഷേ സംഘം അതൊന്നും ചെയ്തില്ല. സംഘം ഒരേ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു. സംഘത്തിൻ്റെ സ്വയം സേവകർ എല്ലാ സാഹചര്യങ്ങളിലും ശാഖയെ നിത്യേനെ നടത്തിയിട്ടുണ്ട്. സ്വയം സേവകർ നിർബന്ധ ബുദ്ധിയോടെ ശാഖയിൽ നിത്യേനെ പോകുന്നു. 50 വർഷമായി വരുന്നുണ്ടെങ്കിലും പോകുന്നു. കാരണം ഇത് ശീലത്തിൻ്റെ കാര്യമാണ്. ശീലം വിട്ടുപോകരുത്, ശീലമുണ്ടാകുകയും വേണം. അത് വിട്ടുപോകാനും പാടില്ല. ശാഖയുടെ പരിപാടികളിൽ മനസ്സർപ്പിച്ച് പങ്കെടുത്തുകൊണ്ട് വ്യക്തിഗത സദ്ഗുണങ്ങളുടെയും സാമൂഹിക കൂട്ടായ്മകളുടെയും സാധന ചെയ്യുക.
സമൂഹത്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് സമൂഹത്തിൽ സദ്ഗുണങ്ങളുടെയും കൂട്ടായ്മയുടെയും അന്തരീക്ഷം ഉണ്ടാക്കുക. അതിനാണ് സംഘത്തിൻ്റെ ശാഖ. അതിൻ്റെ പരിപാടികളിൽ നിന്ന് നിത്യേനയും മനസ്സർപ്പിച്ചും പ്രവർത്തിക്കുന്നതിലൂടെ സ്വയം സേവകരിൽ കർത്തൃത്വം, നേതൃത്വം, വ്യക്തിത്വം മനസ്സിലാക്കാനുള്ള കഴിവ്, വൈകാരികവും പ്രായോഗികവുമായ കഴിവ്, ഭക്തി, രാഷ്ട്രത്തോടും സംഘത്തോടുമുള്ള ഭക്തി എന്നിവയുടെ നിർമ്മാണം നടക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഏതൊരു രാജ്യത്തിനും ഇങ്ങനെയുള്ളവരായി മാറണമെങ്കിൽ സമൂഹത്തിൽ ഐക്യം ആവശ്യമാണ്. ഞാനൊരു വാചകം പറഞ്ഞു, യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. എബ്രഹാം ലിങ്കൻ്റെ ഒരു വാചകമുണ്ട്, എ ഡിവൈഡഡ് ഹൗസ് കനോട്ട് സ്റ്റാൻഡ്. നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. മതം, വിഭാഗം, ഭാഷകൾ, ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം, ജീവിതശൈലി, ഭക്ഷണരീതി, ജാതി, ഉപജാതി എന്നിവ മുൻപേ ഉണ്ട്. ഇടക്കാലത്ത് വിദേശികൾ ആക്രമിച്ചു, ഭാരതത്തിൽ വന്നു. പല കാരണങ്ങളാൽ ഇവിടുത്തെ ജനങ്ങളും അവരുടെ ചിന്താഗതികളും അവരുടെ മതങ്ങളും വിഭാഗങ്ങളും സ്വീകരിച്ചു. ആ വിദേശികൾ പോയി. എന്നാൽ ഇപ്പോഴും അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ രാജ്യത്തുണ്ട്. ഭാഗ്യവശാൽ ഭാരതത്തിൻ്റെ പാരമ്പര്യം എല്ലാ തരത്തിലുമുള്ള വൈവിധ്യങ്ങളെയും സ്വാഗതം ചെയ്യുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് പുറത്തുനിന്ന് ചിന്താഗതികൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അവരെ അന്യരായി കണക്കാക്കുന്നില്ല, ഒറ്റപ്പെട്ടവരായി കാണുന്നില്ല. നമ്മൾ എല്ലാവരുടെയും പ്രത്യേകതകളെ, ലോകത്തിലെ എല്ലാ പ്രത്യേകതകളെയും അംഗീകരിക്കുന്നവരാണ്, അവരെ സ്വീകരിക്കുന്നവരാണ്. അവരെയും നമ്മുടെ സ്വന്തം പ്രത്യേകതകൾക്ക് തുല്യമായി കണക്കാക്കുന്നു, ബഹുമാനം നൽകുന്നു. ആ പ്രത്യേകതകൾ ഭേദത്തിൻ്റെ കാരണമായി മാറുന്നില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ വൈവിധ്യങ്ങളെ ഭിന്നതകളായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ വൈവിധ്യങ്ങൾ ഭേദത്തിൻ്റെ കാരണമായി മാറരുത്. നമ്മുടെ എല്ലാ പ്രത്യേകതകളും അതതിൻ്റെ സ്ഥാനത്ത് ശരിയാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹം എന്ന നിലയിലും രാജ്യമെന്ന നിലയിലും സംസ്കാരം എന്ന നിലയിലും രാഷ്ട്രമെന്ന നിലയിലും നമ്മൾ ഒന്നാണ്. നമ്മൾ വ്യത്യസ്തരല്ല, നമ്മൾ വൈവിധ്യമുള്ളവരല്ല. വൈവിധ്യങ്ങൾ ഭാഷയുടെ, മതത്തിൻ്റെ, വിഭാഗത്തിൻ്റെ, ഭരണക്രമങ്ങളുടെ, ആചാരങ്ങളുടെ, താമസ സ്ഥലത്തിൻ്റെ കാര്യത്തിലാണുള്ളത്. ഈ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെയെല്ലാം പരസ്പര പെരുമാറ്റം സൗഹൃദപരവും സംയമനത്തോടു കൂടിയതുമായിരിക്കണം. എല്ലാവർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട്, അവരുടെ വിശ്വാസങ്ങളുമുണ്ട്, മഹാന്മാരുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയാൽ പരസ്പരം അവഹേളനം ഉണ്ടാകരുത്. അതിൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഒരാൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, അതിനുള്ള പ്രബോധനത്തിൻ്റെയും ആവശ്യമുണ്ട്. വൈവിധ്യങ്ങളുണ്ട്, എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് വെച്ച പാത്രങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും ശബ്ദമുണ്ടാകും. ഇത്രയും വലിയ സമൂഹത്തിൽ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ചിലപ്പോൾ ചില ശബ്ദങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഉണ്ടായാലും നിയമം പാലിക്കുക, വ്യവസ്ഥ പാലിക്കുക, സൗഹൃദപരമായി പെരുമാറുക എന്ന സ്വഭാവം ഉണ്ടാകണം. ചെറിയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മനസ്സിൻ്റെ സംശയങ്ങൾക്കോ വേണ്ടി നിയമം കയ്യിലെടുത്ത് തെരുവിലിറങ്ങി ഗുണ്ടായിസം കാണിക്കുന്നതും അക്രമം കാണിക്കുന്നതും ശരിയായ പ്രവണതയല്ല. മനസ്സിൽ പ്രതികാര ബുദ്ധി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശക്തി പ്രകടിപ്പിക്കുക. ഇത്തരം സംഭവങ്ങൾ പദ്ധതിയിട്ട് നടത്തുന്നതാണ്. അതിൽ കുടുങ്ങിപ്പോകരുത്. അതിൻ്റെ ഫലങ്ങൾ താൽക്കാലികമായും ദീർഘകാലാടിസ്ഥാനത്തിലും ശരിയല്ല. ഈ പ്രവണതകൾ തടയേണ്ടത് അത്യാവശ്യമാണ്. ഭരണകൂടം പക്ഷം ചേരാതെയും യാതൊരു സമ്മർദ്ദത്തിനും വഴങ്ങാതെയും നിയമമനുസരിച്ച് അവരുടെ ജോലി ചെയ്യണം. എന്നാൽ സമൂഹത്തിലെ സജ്ജന ശക്തിയും യുവതലമുറയും ജാഗരൂകരായിരിക്കണം, സംഘടിതരായിരിക്കണം. ആവശ്യമെങ്കിൽ ഇടപെടേണ്ടിയും വരും. കാരണം ഇത് അരാജകത്വത്തിൻ്റെ വ്യാകരണമാണ്. ഇതിനെ തടഞ്ഞേ മതിയാവൂ. നമ്മുടെ ഈ ഐക്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ സംസ്കാരമാണ്. ഡോക്ടർ അംബേദ്കർ സാഹിബ് ഇതിനൊരു വാക്ക് നൽകിയിട്ടുണ്ട്, ഇൻഹെറൻറ്റ് കൾച്ചറൽ യൂണിറ്റി, അന്തർലീനമായ സാംസ്കാരിക ഐക്യം. ഈ ഭാരതീയ സംസ്കാരം പുരാതന കാലം മുതൽ നിലനിന്നു പോരുന്നതാണ്. ഭാരതത്തിൻ്റെ പ്രത്യേകതയാണിത്. എല്ലാവരെയും ബഹുമാനിക്കാനും അംഗീകരിക്കാനുമുള്ള പാഠം അത് നൽകുന്നു. കാരണം ഭാരതത്തിൻ്റെ ആത്മീയ സത്യത്തിൽ, ആ സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ധർമ്മത്തിൽ, സത്യം, കരുണ, ശുചിത്വം, തപസ് എന്ന സദാചാരത്തിൽ അത് അധിഷ്ഠിതമാണ്. അതിനാലാണ് ഈ സംസ്കാരവും രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഇന്നുവരെ എല്ലാ സാഹചര്യങ്ങളിലും സംരക്ഷിച്ചത് ആരാണ്? തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ പുത്രനായ
ഹിന്ദു സമൂഹമാണ് സംരക്ഷിച്ചത്. അതുകൊണ്ട് ചിലപ്പോൾ അതിനെ ഹിന്ദു സംസ്കാരം എന്നും വിളിക്കാറുണ്ട്. ഋഷിമാർ അവരുടെ തപോബലത്താൽ ഇതിനെ നിർമ്മിച്ചു. കാരണം ഭാരതത്തിൽ അവർക്ക് ഇതിൻ്റെ വികാസത്തിന് ആവശ്യമായ സമ്പന്നവും സുരക്ഷിതവുമായ പ്രകൃതിയും സാഹചര്യവും ലഭിച്ചു. തലമുറകളായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇതിൻ്റെ സംരക്ഷണത്തിനും പൂർവികർ പരിശ്രമിക്കുകയും ത്യാഗം ചെയ്യുകയും ബലിദാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആചരണം അതിൻ്റെ ആദർശങ്ങളായി മാറിയ നമ്മുടെ പൂർവികരെ മനസ്സിൽ ആദരിക്കുകയും പ്രവൃത്തിയിൽ വിവേകപൂർവം അനുസരിക്കുകയും ചെയ്യുക. ഇതെല്ലാം സാധ്യമാക്കിയ നമ്മുടെ പവിത്രമായ മാതൃഭൂമിയോടുള്ള ഭക്തിയും ചേർന്നതാണ് നമ്മുടെ ദേശീയത. വൈവിധ്യങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചും ബഹുമാനിച്ചും നമ്മളെ എല്ലാവരെയും ഒരൊറ്റ മാലയിൽ കോർക്കുന്ന ഈ ഭാരതീയ സംസ്കാരം, ഇതാണ് ദേശീയത. ഇതിനെ നമ്മൾ ഹിന്ദു ദേശീയത എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ദേശീയത. ആർക്കെങ്കിലും ഹിന്ദു എന്ന വാക്കിൽ എതിർപ്പുണ്ടെങ്കിൽ അവർ ഹിന്ദവി എന്ന് വിളിക്കട്ടെ, ഭാരതീയൻ എന്ന് വിളിക്കട്ടെ, ആര്യൻ എന്ന് വിളിക്കട്ടെ. എന്തായിരുന്നാലും ഇവയെല്ലാം പര്യായ പദങ്ങളാണ്, നമുക്കറിയാം. എന്നാൽ ഈ ദേശീയതയുടെ വ്യക്തമായ രൂപം നിർദ്ദേശിക്കുന്ന ഒരേ ഒരു വാക്ക് നമുക്ക് ലഭിക്കുന്നു, അതാണ് ഹിന്ദു. കാരണം നമ്മുടെ രാഷ്ട്രം ഒരിക്കലും രാജ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സങ്കല്പമായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് നേഷൻ സ്റ്റേറ്റ് എന്ന സങ്കല്പമില്ല. നമ്മുടെ ഈ സംസ്കാരമാണ് രാഷ്ട്രത്തെ ഉണ്ടാക്കുന്നത്. രാജ്യങ്ങൾ വന്നും പോയും ഇരിക്കും, രാഷ്ട്രം നിരന്തരമായി നിലനിൽക്കുന്നു. സനാതന കാലം മുതൽ ഇന്നുവരെ ഇത് നമ്മുടെ പുരാതന ഹിന്ദു രാഷ്ട്രമാണ്. ഈ അർത്ഥത്തിലാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള ഉയർച്ച താഴ്ചകളും നമ്മൾ കണ്ടു, അടിമത്തവും കണ്ടു, സ്വാതന്ത്ര്യവും കണ്ടു. നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദു സമൂഹം ശക്തിയുള്ളവനാകുക, ശീലമുള്ളവനാകുക, സംഘടിതനാകുക എന്നത് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഏകാത്മതയ്ക്കും സുരക്ഷയ്ക്കും വികസനത്തിനുമുള്ള ഗ്യാരണ്ടിയാണ്. കാരണം ഹിന്ദു സമൂഹം സനാതന കാലം മുതൽ ഇവിടെ നിലനിന്നു പോരുന്നു. അത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള സമൂഹമാണ്, എ റെസ്പോൺസിബിൾ സൊസൈറ്റി. ഭാഗ്യവശാൽ ഈ സംസ്കാരത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കാരണം കൊണ്ട് പല വിധത്തിലുള്ള പേരുകളും രൂപങ്ങളും കണ്ടിട്ട്, ലോകത്തിൻ്റെ വൈവിധ്യം കണ്ടിട്ട് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പും അകൽച്ചയും ഉണ്ടാക്കുന്ന നമ്മളും അവരും, അസ് ആൻഡ് ദം എന്ന മാനസികാവസ്ഥയിൽ നിന്ന് ഈ സമൂഹം പൂർണ്ണമായും മുക്തനായിരുന്നു, മുക്തനാണ്, മുക്തനായി തുടരും. വസുദൈവ കുടുംബകം എന്ന ഉദാരമായ ചിന്താഗതിയുടെ പ്രചാരകനും സംരക്ഷകനും ഈ സമൂഹമാണ്. ലോകത്തിൻ്റെ വികസനത്തിൽ തൻ്റെ അഭികാമ്യവും ഉചിതവുമായ സംഭാവന നൽകുന്ന രാജ്യമായി ഇതിനെ മാറ്റുക എന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ കടമയായി മാറുന്നു. അതിൻ്റെ സംഘടിത കർമ്മശക്തിയിലൂടെ ലോകത്തിന് പുതിയ വഴി നൽകാൻ കഴിവുള്ള ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് ഭാരതത്തെ വൈഭവമുള്ളതാക്കി മാറ്റാനുള്ള ജോലി 100 വർഷമായി ദൃഢനിശ്ചയത്തോടെ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ഹിന്ദു സമൂഹത്തെയും സംഘടിപ്പിക്കാനുള്ള ജോലി. കാരണം സമൂഹം ഒരിക്കൽ സംഘടിതമായി കഴിഞ്ഞാൽ ഈ ജോലിയൊന്നും മറ്റാരെയും ഏൽപ്പിക്കേണ്ടി വരില്ല. നേതാക്കളെ, പാർട്ടികളെ, സർക്കാരുകളെ ആരെയും ഏൽപ്പിക്കേണ്ടി വരില്ല. അവതാരങ്ങൾ വരേണ്ട ആവശ്യവുമില്ല. സമൂഹം അതിലെല്ലാ കാര്യങ്ങളും സ്വന്തം ശക്തിയിൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ വ്യക്തിഗതവും ദേശീയവുമായ സ്വഭാവത്തിൻ്റെ നിർമ്മാണം ആദ്യം നടക്കണം. അതിൻ്റെ ദൃഢത നിലനിർത്തണം. സംഘത്തിൻ്റെ ശാഖയിൽ നമ്മുടെ രാഷ്ട്രീയ സ്വരൂപത്തെക്കുറിച്ചുള്ള ഈ വ്യക്തമായ സങ്കല്പവും അഭിമാനവും ലഭിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ, കർത്തൃത്വം, നേതൃത്വം, വ്യക്തിത്വം, മനസ്സിലാക്കാനുള്ള കഴിവ്, ഭക്തി, അതും ശാഖയുടെ ഈ സംസ്കാരങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ട് ശതാബ്ദി വർഷത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്ത് ചിന്തിച്ചാണ് ചെയ്യുന്നത്? 1. ഇതെല്ലാം ഉണ്ടാക്കുന്ന സംഘത്തിൻ്റെ ശാഖയുടെ പ്രവർത്തനം. അത് ഭൂമിശാസ്ത്രപരമായ കാഴ്ചപ്പാടിലും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളുടെ കാഴ്ചപ്പാടിലും സർവ്വവ്യാപിയായിരിക്കണം. 2. സാമൂഹിക ആചരണത്തിൽ എളുപ്പത്തിൽ മാറ്റം വരുത്തുന്ന പഞ്ചപരിവർത്തൻ പരിപാടിയാണ് നമ്മുടേത്. അതിനെക്കുറിച്ച് മുഖ്യാതിഥിയും ചെറുത് വിവരിച്ചു. എനിക്ക് ഇന്ന് അതിനെക്കുറിച്ച് വിശദമായി പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ 5 വിഷയങ്ങളുടെ പൂർണ്ണമായ വിവരണം നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായി തുടർച്ചയായി നൽകുന്നുണ്ട്. പഞ്ചപരിവർത്തൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സാമൂഹിക സൗഹാർദ്ദം, സോഷ്യൽ ഹാർമണി, കുടുംബ പ്രബോധനം, ഫാമിലി എൻലൈറ്റ്മെൻറ്റ്, പരിസ്ഥിതി സംരക്ഷണം, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ, സ്വബോധം, സെൽഫ് അവെയർനെസ്,
സ്വദേശി നിയമങ്ങൾ, പൗരധർമ്മം, ഭരണഘടന എന്നിവയുടെ പാലനം. ഈ 5 വിഷയങ്ങളും സ്വയം ആചരിക്കുന്നതിലൂടെ സ്വയം സേവകരുടെ ഉദാഹരണങ്ങൾ സമൂഹം അനുകരിക്കണം എന്ന പ്രതീക്ഷയോടെ പരിപാടി മുന്നോട്ട് പോകും. ഇതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ ലളിതമാണ്, എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്യുന്നവർ നമ്മൾ മാത്രമല്ല, മുൻപും ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന നിരവധി വ്യക്തികളും സംഘടനകളും സമൂഹത്തിലുണ്ട്. അവരുമായുള്ള നമ്മുടെ സഹകരണവും ഏകോപനവും ചിലത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചിലത് സാധിക്കും. എല്ലാവർക്കും സഹായം ലഭിക്കും. എല്ലാവരുമായും ഏകോപനമുണ്ടാവും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ ഭാരതവർഷം ഉയർന്നു വരും. ലോക ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ ഭാരതത്തിൻ്റെ ഈ പങ്കാണ് ഉണ്ടായിരുന്നത്. ലോകത്തിന് നഷ്ടപ്പെട്ട തുലനാവസ്ഥ തിരികെ കൊണ്ടുവരുന്ന, ലോക ജീവിതത്തിൽ സംയമനവും മര്യാദയും ഉണ്ടാക്കുന്ന വിശ്വധർമ്മം നൽകുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ചില ആഗോള മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ രാജ്യത്തിൻ്റെ പ്രകൃതിക്കനുസരിച്ച് ഈ സംഭാവനകളെല്ലാം ഉണ്ടാകണം. ഇങ്ങനെയുള്ള അവരവരുടേതായ ഒരു രാഷ്ട്രമുണ്ടാക്കുക, ഈ വിശ്വധർമ്മം പകർന്നു നൽകുക, ഇതാണ് ഭാരതത്തിൻ്റെ പങ്ക്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും ദേശീയ നവോത്ഥാനത്തിലും മുന്നോട്ട് വന്നവരുടെ മുന്നിൽ സ്വതന്ത്രമായതിനു ശേഷവും ഭാരതത്തിൻ്റെ സമൃദ്ധിയുടെയും കഴിവുകളുടെയും വികസനത്തിൻ്റെ ഫലം എന്തായിരിക്കും എന്നതിൻ്റെ ചിത്രം ഇതായിരുന്നു. നമ്മുടെ ബംഗാൾ പ്രാന്ത് സംഘചാലകായിരുന്ന സ്വർഗീയ കേശവ ചന്ദ്ര ചക്രവർത്തി ഒരു ഉത്തമ കവിയായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തെ തൻ്റെ കവിതയിൽ വളരെ മനോഹരമായ വാക്കുകളിൽ പ്രകടിപ്പിച്ചു. ബാലി സിംഹൽ ജബ് ദപേ പ്രാന്താർ മാത്, ഉഠേ ഖോദോ മാഡ് ഖോദോ, मंदिर खोदो प्रस्तोरा फूल फोड़े, था मुख मधुमयी वाणी, शुने थे जाए सब हना हानी, അഭ്യുദയ സഭ്യത ജാഗെ ബിർ ഖരെ ഖരെ. സിംഹളവും ജംബൂദ്വീപും വരെ ഭാരതീയ സംസ്കാരത്തിൻ്റെ സ്വാധീനം വ്യാപിച്ചിരുന്നു. എല്ലായിടത്തും മഠങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ജീവിതത്തിൻ്റെ സുഗന്ധം പൂക്കൾ പോലെ പരന്നിരുന്നു. ഭാരതത്തിൻ്റെ മധുരവും ജ്ഞാനവുമുള്ള വാക്ക് കേട്ട് മറ്റു രാജ്യങ്ങളിലും ഭയവും അശാന്തിയും അവസാനിക്കുകയും അഭ്യുദയത്തിൻ്റെ, അതായത് എല്ലാവരുടെയും ഉദയം, നാഗരികത ഉണരുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ആ വരികളുടെ അർത്ഥം. വരൂ, ഭാരതത്തിൻ്റെ ഈ ആത്മസ്വരൂപം ഇന്നത്തെ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും സാഹചര്യങ്ങൾക്കനുസൃതമായ ശൈലിയിൽ വീണ്ടും ലോകത്തിൽ സ്ഥാപിക്കാം. പൂർവികർ നൽകിയ ഈ കടമയും ലോകത്തിൻ്റെ ഇന്നത്തെ ഈ നിർബന്ധിത ആവശ്യകതയും പൂർത്തിയാക്കാൻ നമ്മളെല്ലാവരും ഒന്നായി ഒരുമിച്ച് നടന്ന് നമ്മുടെ കർത്തവ്യപാതയിൽ മുന്നോട്ടു പോകാൻ ഇന്നത്തെ വിജയദശമിയുടെ മുഹൂർത്തത്തിൽ സീമോല്ലംഘനം പൂർത്തിയാക്കാം. ഭാരത് മാതാ കി ജയ്.